ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടക്കുകയാണ്. ജപമാല മാസമാണിത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരാൻ ഈ മാസം നമ്മെ കൂടുതൽ സഹായിക്കട്ടെ. അതിനായി അനേകം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് അമ്മയോട് യാചിക്കാം. ജപമാല ചൊല്ലുന്നവരെല്ലാം പറയുന്ന സങ്കടങ്ങളിലൊന്നാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നത്. പല വിചാരങ്ങൾ കൊണ്ടാണ് നമ്മിൽ പലരും ജപമാല പൂർത്തിയാക്കുന്നതും. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നത്. ചിലർ ഉടൻ തന്നെ അതിൻ്റെ പുറകെ പോകും. പഴയൊരു സിനിമയിലെ രംഗം പോലെ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ കോഴിക്കൂട് അടച്ചോ എന്ന് ചോദിക്കുന്നവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ജപമാല ഏകാഗ്രതയോടെ ചൊല്ലി പൂർത്തിയാക്കാൻ കഴിയുന്നത്? നമ്മുടെ മനസ്സും ചിന്തകളും ജപമാലയിലേക്ക് മുഴുവൻ അർപ്പിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാർത്ഥത അതിൽ പ്രധാനപ്പെട്ടതാണ്. ജപമാല അധര വ്യായാമം അല്ല എന്ന് നാം മനസ്സിലാക്കണം. ജപമാല അർത്ഥപൂർണതയോടെ ചൊല്ലാൻ നമ്മൾ ആദ്യം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ആത്മാർത്ഥതയുണ്ടായിരിക്കുകയുമാണ്. അതിനായി നാം ദൈവത്തോട് സഹായം ചോദിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക: എൻ്റെ ഹൃദയത്തിലെ എല്ലാ പല വിചാരങ്ങളെയും ആശങ്കകളെയും ഇതാ ഞാൻ ദൈവമേ അങ്ങേക്ക് തരുന്നു. ഏകാഗ്രതയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഈ ജപമാല പ്രാർത്ഥനയിൽ എൻ്റെ അരികെ ഉണ്ടായിരിക്കണമേ. അമ്മയോട് കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. ഇങ്ങനെ ലളിതമായ രീതിയിൽ അമ്മയോടൊന്ന് പ്രാർത്ഥിക്കുക. ജപമാല പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലാതിരിക്കാനാവില്ല. പണ്ടൊരിക്കൽ ഞാൻ വായിച്ചൊരു സംഭവം പറയാം. ഇറ്റലിയിലെ മിലനിൽ നടന്ന ഒരു സംഭവമാണിത്. അവിടെ പിശാചു ബാധിതയായ ഒരു സ്ത്രീയിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഭൂതോച്ചാടകനായ ഫാദർ അംബോജിയോ അവളിൽ ആവസിച്ചിരുന്ന ബേൽസെബൂസ് എന്ന ദുഷ്ടാരൂപിയോട് ജപമാലയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും സംസാരിക്കാനായിട്ട് ആജ്ഞാപിച്ചു. ആ ദുഷ്ടാരൂപി ആ സ്ത്രീയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ജപമാലയുടെ ശക്തി എത്രമാത്രമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നവയായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ, അതായത് പിശാചു ബാധിതയായ ആ സ്ത്രീ, ഈ വൈദികനോട് പറയുകയാണ്: ജപമാല സാത്താൻ്റെ ശക്തികളെ നശിപ്പിക്കുന്ന ആയുധമാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയവും ചൊല്ലുമ്പോൾ സാത്താൻ്റെ തല തകർക്കപ്പെടുന്നു. ജപമാല ചൊല്ലുന്നവർ ഈശോയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ തല പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അത്രയേറെ ശക്തിയുണ്ട് നമ്മൾ ചൊല്ലുന്ന ഈ പ്രാർത്ഥനയ്ക്കെന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അത് ഈ സാത്താന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് ക്ഷീണമായും അസ്വസ്ഥതയായും പലവിചാരമായും പലതരത്തിലുള്ള തടസ്സങ്ങളായും ഒക്കെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. കുടുംബത്തോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ആ വ്യക്തിക്കും കുടുംബത്തിനും ഈശോയുടെ പ്രത്യേക സംരക്ഷണം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ തിന്മയ്ക്ക് ആ കുടുംബത്തിലേക്ക് കയറാൻ പോലും സാധിക്കില്ല. അതിനുള്ള അനുവാദം അവനില്ല. കുടുംബം ഒന്നിച്ചുള്ള ജപമാലയുടെ ശക്തി തിന്മയുടെ ശക്തികളെ തകർക്കുന്നു. അതുകൊണ്ടാണ് തനിച്ചിരുന്ന് ജപമാല ചൊല്ലുന്നതിനേക്കാൾ ഏറെ അനുഗ്രഹം കൂട്ടമായിട്ട് ഒരു കൂട്ടായ്മയോട് ചേർന്നൊക്കെ നിന്ന് നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ കുടുംബത്തിലെ ഒരാൾ മാത്രമേ ഇത് ചൊല്ലുന്നുള്ളൂവെങ്കിലും അയാൾ കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടി രക്ഷയിലേക്ക് നയിക്കാൻ സഹായിക്കും. അതുകൊണ്ട് മക്കളോ ജീവിത പങ്കാളിയോ ഒന്നും ജപമാല ചൊല്ലുന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരാൾ ജപമാല ചൊല്ലി, ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ കുടുംബം തിന്മയിലേക്ക് പോകത്തില്ല. ആ കുടുംബത്തെ ഈശോ രക്ഷിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രഹസ്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രഹസ്യങ്ങളാണ്. അവിടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ
ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്നതും അതുതന്നെയാണ്. അതുപോലെ ജപമാല കുട്ടികളോടൊപ്പം ഇരുന്ന് ചൊല്ലണമെന്നും പറയുന്നു. ഈ പ്രാർത്ഥന കുട്ടികളെ പഠിപ്പിക്കണം. കൂടാതെ മാതാപിതാക്കൾ മക്കൾക്കായി ജപമാല ചൊല്ലണം. എന്നിട്ട് ഈ ദുഷ്ടാരൂപി പറയുകയാണ്, കുടുംബത്തെയും യുവതി യുവാക്കളെ നശിപ്പിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അതിന് തടയിടാനുള്ള ഏക ആയുധം ജപമാല മാത്രമാണ്. ജപമാല പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മ മാതാവ് ഒരുപാട് കൃപകൾ നൽകുന്നു. അത് സാത്താന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതവന് സഹിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. പരിശുദ്ധ കന്യക എല്ലാ ബന്ധനങ്ങളും അഴിക്കാൻ കഴിവുള്ളവളാണ്. പരിശുദ്ധ അമ്മയുടെയും ജപമാലയുടെയും ശക്തി സാത്താന് നന്നായി അറിയാം. അതറിയാതെ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി സാത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ ഭരണം നടത്താനായിട്ട് പാടില്ല. ഇന്ന് തന്നെ ജപമാല വലിയ ഭക്തിയോടെ, സ്നേഹത്തോടെ, ഈ വലിയ ബോധ്യത്തോടെ നമുക്ക് അർപ്പിക്കാം. ഇനി മുതൽ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസം മടി കൂടാതെ, മടുപ്പില്ലാതെ, ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ജപമാലകൾ ചൊല്ലി സാത്താനെ പരാജയപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സാത്താൻ്റെ ശക്തികൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ഈ ലോകത്തു നിന്നും നിർവീര്യമായി പോകട്ടെ. എവിടെ പോയാലും ഒരായുധമായി ജപമാല നമുക്ക് കരങ്ങളിൽ സൂക്ഷിക്കാം.